നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ഈ ഗൂഗിൾ പേക്കകത്തുള്ളൊരു ഫീച്ചർ ഞാൻ കാണിച്ചുതരാം. നേരത്തെ ഉള്ള ഫീച്ചറാണ്, പക്ഷേ അധികം ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല. കൃത്യമായിട്ട് അത് ഉപയോഗിച്ച് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഏതാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഞാൻ ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. നമുക്ക് ഈ ഗൂഗിൾ പേക്കകത്ത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നേരത്തെ ഗൂഗിൾ പേക്കകത്ത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുമായിരുന്നു. നല്ല ക്യാഷ് ബാക്ക് കിട്ടുന്ന നല്ല UPI ആപ്പുകളുണ്ട്. ഗൂഗിൾ പേ പോലെ തന്നെ ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് നല്ല ക്യാഷ് ബാക്ക് കിട്ടും. നിങ്ങൾ ഓരോ പർച്ചേസിനും നിങ്ങൾക്ക് 10 രൂപയും 5 രൂപയും 6 രൂപയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടുന്ന മികച്ച ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വെക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് നിങ്ങൾ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ 60 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ പേയ്മെൻറ്റും നിങ്ങൾക്ക് നല്ല ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒട്ടനേകം ഫീച്ചറുകളുള്ള 1-2 ആപ്പുകളുണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ രണ്ടും ഡൗൺലോഡ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും മികച്ച ഒരു ക്യാഷ് ബാക്ക് റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. പല ആളുകളും, ഞാനടക്കം പല ആളുകളും ഇത് നേരത്തെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഒരു മാസത്തിൽ തന്നെ ചുരുങ്ങി നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ക്യാഷെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആ 2 ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ അകത്തുള്ള ആ ഫീച്ചറിലേക്ക് വരാം. ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ പേ അകത്തുള്ള ആ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ നമുക്ക് പണം തരാനുണ്ടെങ്കിൽ, ക്യാഷ് തരാനുണ്ടെങ്കിൽ അവരോട് നമ്മൾ പണം ആവശ്യപ്പെടും. പണം ആവശ്യപ്പെടുമ്പോൾ അവർക്ക് നമ്മൾ QR കോഡ് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഈ ഒരു അയച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എത്രയാണോ എമൗണ്ട് അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് അയച്ചു കൊടുക്കാനുള്ളൊരു സൗകര്യം ഗൂഗിൾ പേക്കകത്തുണ്ട്. പല ആളുകൾക്കും അതറിയില്ല. കാരണം പല ആളുകളും ഗൂഗിൾ പേക്കകത്ത് അവരോട് പണം ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കും, എടാ പണം ഒന്ന് അയച്ചു കൊണ്ടടാ എന്നൊക്കെ പറയും. എന്നാൽ എത്രയാണ് എമൗണ്ട് എന്ന് അവർ ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതെ നിങ്ങൾക്ക് ആ പണം ആവശ്യപ്പെട്ടുകൊണ്ട് അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്രയാണോ തരാനുള്ള എമൗണ്ട് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എമൗണ്ട് വരും. ഞാനത് കാണിച്ചുതരാം. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. ഈ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ QR കോഡ്, ഗൂഗിൾ പേയുടെ QR കോഡ് കിട്ടും. അതിനുശേഷം ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ സെറ്റ് എമൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. എത്രയാണോ നിങ്ങളുടെ എമൗണ്ട് ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് 200 രൂപയാണ് ഒരു സുഹൃത്താണെങ്കിൽ ഇതുപോലെ 200 എന്ന് സെറ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ QR കോഡിനകത്ത്, എൻ്റെ ഈ ഗൂഗിൾ പേയുടെ QR കോഡിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് 200 രൂപ ആഡ് ആയിട്ടുണ്ട്. ഇനി അദ്ദേഹം ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്ക് 200 എന്ന് കാണിക്കും. അയാൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അയാളുടെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പണം നമുക്ക് ട്രാൻസ്ഫർ ആയി കിട്ടും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ആ 200 ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഈ QR കോഡ് ഇവിടെ ഏറ്റവും മുകളിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഷെയർ QR കോഡ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് അവരുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് അവർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇവിടെ ടൈപ്പ് ചെയ്ത എമൗണ്ട് അവിടെ കാണിക്കും. ജസ്റ്റ് പിൻ നമ്പർ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്താൽ മതി. QR കോഡൊക്കെ ഇത്തരത്തിൽ എമൗണ്ട് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അവർ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ എമൗണ്ട് കാണിക്കും. എത്രയാണെന്ന് എമൗണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. എമൗണ്ട് അടക്കം നമുക്ക് ആ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നോക്കി അടുത്ത വീഡിയോയിൽ കാണാം.